ആളുകളുടെ സ്വപ്നമാണ് അല്ലെങ്കിൽ ആഗ്രഹങ്ങളിൽ ഒന്നാണ് എപ്പോഴും ചെറുപ്പം നിലനിർത്തുക എന്നുള്ളത്, എപ്പോഴും ചുറുചുറുക്കോടെ ഇരിക്കുക എന്നുള്ളത്. ഇന്നത്തെ വീഡിയോ എങ്ങനെ നമുക്ക് നമ്മുടെ ചെറുപ്പം വീണ്ടെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് വർഷ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഒന്നാമത്തെ കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗൻ എന്ന് പറയുന്നത് സ്കിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളം കൊണ്ടാണ്. 75%-75%-ലും കൂടുതൽ. ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറയുമ്പോൾ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ടോക്സിൻസ്, നമ്മുടെ കാർഡിയോ വാസ്കുലർ ഹെൽത്ത് എല്ലാം അതിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഡെയിലി ഒരു 7 to 8 ഗ്ലാസസ് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ ഒഴുക്കിക്കളയാനും നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനായിട്ട് സഹായിക്കും. അതുവഴി നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് ലോസ് ഉണ്ടാവും. രണ്ടാമത്തേത് കാർഡിയോ വാസ്കുലർ ഹെൽത്ത്, അത് നമ്മുടെ ഹാർട്ടിൻ്റെയൊക്കെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യിക്കും. നമ്മുടെ സ്കിന്നിൻ്റെ സ്മൂത്ത്നെസ് കൂടാനും ചെറുപ്പം നിലനിർത്താനൊക്കെ സഹായിക്കും. പലപ്പോഴും വീട്ടമ്മമാർ വെള്ളം പോലും കുടിക്കാതെ ജോലികൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അടുക്കളയിൽ തന്നെയല്ലേ, അപ്പോൾ ഒരു കസേര നിങ്ങളുടെ അടുക്കളയിൽ ഇടുക. നിങ്ങൾക്ക് വെള്ളം കാണുന്ന രീതിയിൽ ഒരു കുപ്പിയിലോ ജഗ്ഗിലോ വെക്കുക. നിങ്ങൾക്ക് കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഒരു മണിക്കൂറിൽ ഒരു ഗ്ലാസ്സെങ്കിലോ അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ്സെങ്കിലും വെള്ളം ഇരുന്ന് കുടിക്കുക. അപ്പോൾ എന്നും വെള്ളത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ യോഗ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻസ് നടക്കും. അതുവഴി നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും ഓക്സിജൻസും കിട്ടും. ഇത് നമ്മുടെ ശരീരത്തിന്, ചർമ്മത്തിനെ കൂടുതൽ തിളക്കമുള്ളതാനായിട്ട് സഹായിക്കും. കൂടാതെ നമ്മുടെ ശരീരത്തിൽ കൊളാജൻ എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ ഉൽപ്പാദനം കൂടും. കൊളാജൻ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ്സ് കുറയും, നല്ല ഉറക്കം കിട്ടും. അതുപോലെ തന്നെ ബോഡി നല്ല ഫിറ്റായിട്ടിരിക്കാനും സഹായിക്കും. ഇതുവഴി നമ്മുടെ മൊത്തം ഫിസിക്കൽ സ്ട്രക്ചറും മാറും. അതോടൊപ്പം നമുക്കുണ്ടായിരിക്കുന്ന ഹെൽത്ത് ഇഷ്യൂസ്, നമ്മുടെ PCOD ആയിക്കോട്ടെ, മുടി കൊഴിച്ചിലായിക്കോട്ടെ, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ്, അസുഖങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് വഴി അത് മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കുക. രണ്ടാമത്തെ എക്സസൈസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. മൂന്നാമത്തെ കാര്യം സ്കിൻ കെയർ. പലപ്പോഴും 30s നമ്മൾ നമ്മുടെ സ്കിന്നിനെ കുറിച്ച് അത്ര ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ നെഗ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് 30s എത്തിയതിന് ശേഷമായിരിക്കും. നിങ്ങൾക്കൊരു സ്കിൻ കെയർ റൊട്ടീൻ ദിവസവും 2 നേരം, രാവിലെയും വൈകിട്ടും ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മോയ്സ്ചറൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമ്മുടെ ഒരു 30 എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് മോയ്സ്ചർ കണ്ടൻറ്റ് കുറയും. അപ്പോൾ നമ്മൾ അഡീഷണൽ സപ്ലിമെൻ്റ് എന്നുള്ള രീതിയിൽ ഒരു മോയ്സ്ചറൈസർ കൊടുക്കുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം നമ്മുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ഇത്രയും പ്രായമായില്ലേ, നല്ലോണം ഡ്രസ്സ് ചെയ്തിട്ട് എന്തിനാണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിക്കും നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനും എല്ലാം നിങ്ങളുടെ ഡ്രസ്സുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ വസ്ത്രധാരണവും പ്രായവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ പലരും ട്രെൻഡി ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ മടിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും എനിക്ക് ചേരില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ മനോഭാവം തന്നെ മാറ്റുക. നിങ്ങളുടെ ശരീരം ഹെൽത്തി ആയിരിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വസ്ത്രധാരണവും ഹെൽത്തി ആക്കുക. അടുത്തത് നമ്മുടെ ഭക്ഷണ കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നത് ഭക്ഷണത്തിലൂടെയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. ഭക്ഷണത്തിൽ വെജിറ്റബിൾസിൻ്റെയും ഇലക്കറികളുടെയൊക്കെ അളവ് കൂട്ടുക. 3 നേരം മൂക്കുമുട്ട കഴിക്കുന്നതിന് പകരം കുറേശ്ശെ സ്മോൾ പോർഷൻസ് ആക്കി 6 മണിക്കൂർ ആയിട്ട് കഴിക്കുക. അതുകൂടാതെ ഭക്ഷണത്തിൽ ഒരുപാട് ഓയിൽ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഒഴിക്കുന്നതോ നന്നായിട്ട് ഉപ്പിട്ട് കഴിക്കുന്നതൊക്കെ കുറയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ശരീരത്തിൽ എക്സസ് സാൾട്ട് ആൻഡ് ഓയിൽ ഷുഗർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കൊളാജൻ്റെ പ്രൊഡക്ഷൻ
അത് കുറയും. കൊളാജൻ നന്നായിട്ടുണ്ടായാലാണ് നമ്മുടെ ചർമ്മം നല്ല തിളക്കമുള്ളതാവുള്ളൂ. അപ്പോൾ എക്സസ് ആയിട്ടുള്ള സാൾട്ടും ഷുഗറും എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്ത് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കും. ഈ ഇൻഫ്ലമേഷൻസ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻസൈംസ് ഉണ്ടാക്കും. ആ എൻസൈംസ് കൊളാജിൻ്റെ പ്രവർത്തനത്തിന് തടയും. അപ്പോൾ നമ്മുടെ സ്കിന്ന് തൂങ്ങിക്കിടക്കാൻ തുടങ്ങും, സാഗ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉപ്പിൻ്റെയും പഞ്ചസാരയുടെയൊക്കെ അളവ് നിയന്ത്രിക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ പോലെ തന്നെ നമ്മുടെ മനസ്സിനെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മാനസിക ആരോഗ്യവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, മെൻ്റൽ ഹെൽത്ത് ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ സ്ട്രെസ്സ്, ആൻസൈറ്റി, ഡിപ്രഷൻ ഇതിനെയൊക്കെ മറികടക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഹോബി വളർത്തിയെടുക്കുക. സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് സഹായിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനായിട്ട്, മറ്റുള്ളവരിൽ നിന്ന് അറിവുകൾ നേടാനായിട്ട് നല്ലൊരു ലിസണർ ആവാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവർ എന്ത് പറയും, അവർ എന്നെ കുറ്റം പറയുമോ അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കിട്ടുന്ന പരമാവധി സമയങ്ങളിലൊക്കെ സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കിയിട്ടാണെങ്കിൽ കൂടി സ്മൈൽ ചെയ്യുക. നമ്മൾ സ്മൈൽ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ ഹാപ്പി ഹോർമോൺസ് ജനറേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം നമ്മുടെ ടോക്സിക് ആയിട്ടുള്ള, നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന, നമുക്ക് നെഗറ്റീവ് എനർജി തരുന്ന റിലേഷൻഷിപ്സ് അതിനെ പരമാവധി അവോയ്ഡ് ചെയ്യുക. ഇനി ആ റിലേഷൻഷിപ്സ് നമ്മുടെ പാരൻസ് ആണ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആണ് എങ്കിൽ മാക്സിമം അവരുമായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കുക. കാരണം നമ്മുടെ ചുറ്റുപാട്ടിൽ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ റേഡിയേറ്റ് ചെയ്യുന്ന എനർജി നമ്മളുടെ ഉള്ളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിനെ നീക്കി നിർത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഹാപ്പി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സിനെ എപ്പോഴും കൂടെ പിടിക്കുക. നല്ല ഫ്രണ്ട്സ്, നല്ല ഫാമിലി മെമ്പേഴ്സ്, ഇവരെയൊന്നും നഷ്ടപ്പെടുത്തരുത്. അവരെല്ലാവരും നമ്മളുടെ അസറ്റാണ്, നമ്മുടെ സ്വത്താണ്. അപ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടിപ്സ് ഒരു പരിധിവരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.